നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാജിക് ബോക്സ്. യെസ്. ഓഫാക്കണ്ട. സിറ്റുവേഷനെ മാച്ച് ആവുന്നുണ്ട്. നീ പാട്ടും കേട്ടിരുന്നു. എന്റെ പൊന്ന് ജാസ്മിൻ, നീയും ആ പാർവതി പോലെ പൈങ്കിളിയായോ? എടി, നിന്റെ ബോൾനെസ് ഒക്കെ എവിടെ? പണയം വെച്ചോ? എന്ത് പറ്റി ജാസ്മിൻ നിനക്ക്? അതാ ആന്റി എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഞാൻ ജനിച്ചത് എവിടെ, ആ പാർവതി ജനിച്ചത് എവിടെ? സ്വർണ്ണക്കരണ്ടിയിലെ മിൽക്ക് കുടിച്ചവളാ ഞാൻ. അവളോ ആ പാർവതി സ്പൂൺ തന്നെ കാണുന്നത് ഇവിടെ വന്നിട്ടാ. ആന്റിക്കറിയോ എന്റെ ചെരുപ്പിന്റെ വില എത്രയാണെന്ന്? അത് അവളറിഞ്ഞാലേ ഞെട്ടും. ഞാൻ ഇടുന്ന ഡ്രസ്സുകളുടെ പ്രൈസ് കേട്ടാ പാർവതി ഷോക്കേറ്റ് ചാവും. അങ്ങനെയുള്ള അവള് എന്നെ കറിവേപ്പില കണക്ക് ഒതുക്കി കളഞ്ഞില്ല ആന്റി. നിന്റെ മനസ്സിന്റെ നിറ്റൽ എനിക്ക് മനസ്സിലാവും ജാസ്മിൻ. കാരണം നമ്മൾ രണ്ടാളും ഒരേ കപ്പലിൽ സഞ്ചരിക്കുന്നവരാ. പാർവതി എന്ന പൊതുശത്രുവിനെ ഇവിടെ നോടിച്ചാലേ നമ്മുടെ കപ്പൽ സേഫായി കരയ്ക്കടുപ്പിക്കാൻ പറ്റൂ. എനിക്കതല്ല ആന്റി സങ്കടം. പാർവതിയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് കാണുമ്പോഴാ. ഒന്ന് ആലോചിച്ച് നോക്ക ആന്റി. വിശാലിന്റെ വൈഫ്, ഗായത്രി ദേവിക്കും ഗോപിനാഥനും മരുമകള്, എത്രയോ കോടി രൂപയ്ക്ക് അവകാശി. അവളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടി വരാൻ ആയിരങ്ങളാ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ആന്റി? വെറും കുഗ്രാമത്തിൽ നിന്ന് വന്ന പിച്ചക്കാരി പാർവതിക്ക്. ജാസ്മിൻ, അല്ലെങ്കിലും കൈമണിയടിക്കാൻ മിടിക്കിയ പാർവതി. അവളെ കുലസ്ത്രീ കളിച്ച ഈ വീട്ടിൽ കയറി പറ്റിയത്. ഉള്ളിക്കളങ്കമില്ലാത്ത നമുക്ക് അതൊന്നും വശമില്ലല്ലോ. എത്ര കൺട്രോൾ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല ആന്റി. അവൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കേണ്ടതേ ഞാനാ, ഈ ജാസ്മിൻ. ആ പാർവതിക്ക് എന്ത് യോഗ്യതയുണ്ട് ആന്റി? എന്റെ സൗന്ദര്യമുണ്ടോ അവൾക്ക്? എന്റെ അത്ര പഠിപ്പും വിവരമുണ്ടോ? അവൾ ഈ സ്വത്തൊക്കെ അനുഭവിക്കുന്നത് കണ്ടിട്ട് ഞാൻ കൈയടിക്കണം? എങ്ങനെ സഹിക്കും ആന്റി ഞാൻ? ഇത് കുട്ടിച്ചാത്തൻ സേവ തന്നെയായിരിക്കും ജാസ്മിൻ. പാർവതി ചാത്തന് വെച്ചാ കളിക്കുന്നത്. അല്ലെങ്കിൽ സ്വിച്ച് ഇട്ട പോലെ ഇവൾക്ക് കോടീശ്വരിയാവാൻ പറ്റോ? ഈ വീട്ടിലെല്ലാവരെയും ഇത്ര പെട്ടെന്ന് മയക്കാൻ പറ്റോ? എല്ലാം കൺകെട്ട ജാസ്മിൻ. എന്റെ ലൈഫ് ട്രാജഡിയെ കോമഡി ആക്കല്ലേ പ്ലീസ്. ഒരു കുട്ടിച്ചാത്തനും കൺകെട്ടും. സത്യത്തെ ആന്റി അമേരിക്കന്ന് തന്നെയാണോ വന്നത്, അതോ കുതിരവട്ടത്തുനിന്നോ? ജാസ്മിൻ, പാർവതിയുടെ കെട്ടിലമ്മ ഭാവം കാണുമ്പോഴേ നിന്റെ ഉള്ളിൽ കത്തുന്ന തീയുടെ 1000 മടങ്ങാ എന്റെ ഉള്ളിൽ കത്തുന്നത്. അവള് ഗായത്രി ദേവിയുടെ ഡ്യൂപ്പാണെന്നാ അവളുടെ വിചാരം. എന്റെ ബ്രദറിന് ബുദ്ധിയില്ലാതെ പോയി. മൊത്തം സ്വത്തും അവളുടെ പേരിൽ എഴുതി വെച്ചിട്ട് കയ്യും കാലും അനങ്ങാതെ കിടപ്പായി. ഇപ്പൊ വിശാലും പാർവതിയുടെ പാവാട ചരടിലായി. നിന്റെ അവസ്ഥ തന്നെയാ ജാസ്മിൻ എനിക്കും. എന്ത് ചെയ്യണമെന്നറിയില്ല. നീ നിന്റെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, ഞാനത് പ്രകടിപ്പിക്കുന്നില്ല. അത്രേ ഉള്ളൂ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഈ പാർവതിയെ പഞ്ഞിക്കിടാൻ ഒരു വഴിയില്ല ആന്റി. എത്രയോ പേർക്ക് പണി കൊടുത്തവളാ ഈ സുശീല. എനിക്കല്പം സമയം താ ജാസ്മിൻ, ഞാൻ കാണിച്ചു തരാം കളി. പാർവതി അധിക നാള് നെഗളിക്കില്ല, കണ്ടോ? അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ തുരത്തും. വേണ്ടി വന്നാ ഈ ഭൂമിന്ന് തന്നെ അവളെ ഞാൻ തുടച്ചു നീക്കും.
മനസ്സിൽ കള്ളമുള്ളതുപോലൊരു തോന്നൽ. അല്ലെങ്കിൽ ആ മാജിക് ബോക്സിൽ തൊട്ടു നോക്കണമെന്ന് അയാൾ പറയില്ലായിരുന്നു. പാർവതി, ശരിക്കും ഈ ചന്ദ്രശേഖരൻ ആരാ? അയാളെ നിനക്ക് എവിടുന്നാ കിട്ടിയത്? മുത്തശ്ശ, ഇതാ മുത്തശ്ശ ഞാൻ പറഞ്ഞ മാജിക് പെട്ടി. ഞാൻ തേടിയലഞ്ഞ മാജിക് ബോക്സ് ഇന്നിതാ എന്റെ കയ്യിലിരുന്ന് തുടിക്കുന്നു. ഇതിൽ ഞാൻ എന്റെ ഗായത്രി അമ്മയുടെ സ്പന്ദനം അറിയുന്നു. ഈ മാജിക് ബോക്സിന് നല്ല പഴക്കമുണ്ടല്ലേ മോളെ? അതെ മുത്തശ്ശ, നല്ല പഴക്കമുണ്ട്. ദേവമ്മ അവസാനമായിട്ട് വിശാൽ സാറിന് നൽകിയ സമ്മാനം ഇത്. ഈ മാജിക് ബോക്സ് ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കണമെന്നായിരുന്നു ദേവമ്മയുടെ ആഗ്രഹമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഭദ്രമായി സൂക്ഷിക്കാൻ ഗായത്രിയമ്മ പറഞ്ഞത് എന്നോടാ. ഇത് കൊണ്ടുകളഞ്ഞ മഹാപാപി ഞാനാ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതെന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു. ഗായത്രി അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ മാജിക് ബോക്സ് മാത്രം വീട്ടിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ പാറു. എന്തുണ്ടാവാനാ മണിക്കുട്ട? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാറു, ഒന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. നീ തന്നെ പറ മണിക്കുട്ട, എന്താ അതിലുള്ളത്? ഈ മാജിക് ബോക്സിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. നമുക്കറിയാത്ത രഹസ്യം, ഈ വീടിന് വേണ്ട രഹസ്യം. അതുകൊണ്ടാണ് ഗായത്രി അമ്മ മരിക്കുന്നതിന് മുമ്പ് ഇതിവിടെ എത്തിക്കാൻ പറഞ്ഞത്. അതെന്റെ തെറ്റായിരുന്നു. അമ്മയുടെ ആഗ്രഹം എനിക്ക് നിറവേറ്റാനായില്ല. ഈ മാജിക് ബോക്സ് ഭദ്രമായി സൂക്ഷിക്കാനായില്ല. അതിന് ഞാൻ കൊടുത്ത വില എന്റെ ജീവിതമായിരുന്നു. മുത്തശ്ശ, ഈ മാജിക് ബോക്സില് എന്താണെന്ന് ഊഹിച്ചു പറയാൻ പറ്റുമോ? ഊഹിച്ചു പറയാൻ മുത്തശ്ശൻ കേമനാണല്ലോ. അമ്മയുടെ വയസ്സ്, ഫോട്ടോയുടെ പഴക്കം, ഇതൊക്കെ മുത്തശ്ശൻ ഊഹിച്ചല്ലേ പറഞ്ഞത്? പാർവതി, ഈ മാജിക് ബോക്സിലെ രഹസ്യത്തിന് ജീവന്റെ വിലയാ. അതൊരു പ്രാണരഹസ്യോ മോളെ, പ്രാണരഹസ്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.